എൻ്റെ ചങ്ങാതിമാരെ ഒരു കിഡിലോസ്കി കപ്സ റെസിപ്പി കേട്ടോ. ഇനി ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങൾ റെസ്റ്റോറൻറ്റുകളിലേക്കൊന്നും ഓടണ്ട, വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി കപ്സയാണ്. ബിരിയാണി വേറൊരു രൂപഭാവം കേട്ടോ. അപ്പോൾ ഒന്നും നോക്കട്ടെ, കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി. ആദ്യം തന്നെ കുറച്ച് ബസ്മതി റൈസ് എടുക്കും, 2 കിലോ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നു കേട്ടോ. അവനതേ ഇതുപോലെ വെള്ളം ഒഴിച്ചെങ്കിൽ നല്ലോണം കഴുകുക 2-3 പ്രാവശ്യം. അവനെ കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കെമിസ്റ്റ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ മറക്കല്ലേ, കാരണം എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കപ്സ എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ കപ്സ മന്തി ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ് ആണുള്ള സാധനം. അപ്പോൾ കപ്സയൊക്കെ ഉണ്ടാക്കി തയ്യാർക്ക് പൊളിച്ചെടുക്കാൻ തന്നെ ചങ്ങാതി. ഇതുപോലെ 2-3 പ്രാവശ്യം കഴുകിയ ശേഷം ഇനി അടുത്ത കലാപരിപാടി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഒരു 2 മണിക്കൂർ ഇതിനെ സോഫ്റ്റ് ആകാൻ വെച്ചേക്കാം. അപ്പോൾ റൈസ് പെട്ടെന്ന് വേവുകയും ചെയ്യും, റൈസ് നല്ല പൂ പോലെ കിട്ടുകയും ചെയ്യും. ആ സമയത്ത് അടുത്ത കലാപരിപാടിയാണ് നമുക്ക് 2 ചിക്കൻ അങ്ങ് എടുക്കാം. 2 ചിക്കൻ എടുത്ത് ഇവനെ ഇതുപോലെ ഇട്ടങ്ങ് കുളിപ്പിക്കുക. നല്ലോണം അങ്ങ് കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കുക. ആ കുട്ടപ്പനാക്കുന്ന സമയത്ത് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ നല്ല ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ, വീട്ടിലുണ്ടാക്കിയത് കേട്ടോ. നല്ല ബീഫ് അച്ചാർ, ചിക്കൻ അച്ചാർ, കേരമീൻ, ചെമ്മീൻ, ഇതുപോലെ വെറൈറ്റി അച്ചാറുകൾ ഇഷ്ടംപോലെയാണ്. ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്. വാട്സപ്പ് മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഇനി ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം. അതിനുശേഷം ചിക്കൻ ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത ശേഷം അതിലേക്ക് മസാലയായ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇത്ര മതി. ഇത്ര സാധനം ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മസാജ് ചെയ്യുക. അവനെ മസാജ് ചെയ്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇവനെയും 1 മണിക്കൂർ അങ്ങ് വെച്ചേക്കുക, റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സംഭവം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചിക്കൻ നല്ല പൂ പോലത്തെ ചിക്കൻ കിട്ടാൻ നിൽക്കുക. എന്നിട്ട് നമ്മൾ സ്ഥിരം കലാപരിപാടി തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള ചെമ്പങ്ങ് വെച്ച് കൊടുക്കുക. അവനൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഓൾ ഗരം മസാല, ഗ്രാമ്പു, പട്ട, അതുപോലെ ഏലക്ക, കുരുമുളക്, ഈ വക സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് ലൈറ്റായിട്ട് ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഒന്ന് മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് പച്ചമുളക് 2ആയി കീറിയതോ 3ആയി കീറിയതോ ഏതായാലും കുഴപ്പമില്ല, എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം സവോള നീളത്തിലരിഞ്ഞ് സവോള എടുത്തൊരു മറിക്കുക. ഇതും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇത് റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇനി മെയിൻ കലാപരിപാടികളാണ്. ഇവനെ ഏകദേശം റോസ്റ്റാക്കി ഏകദേശം ഒരു ലൈറ്റ് കളറായി ഒരു പരുവത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് ഇനി അടുത്താണ് ഇതിലേക്ക് നല്ല രീതിയിൽ പേസ്റ്റാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ട് അവനെയും കൂടെ ഇട്ട് ഇതിലങ്ങ് മൂപ്പിക്കുക. ഇതിലേക്ക് മൂപ്പിക്കുമ്പോൾ പ്രത്യേക സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറുന്ന രീതി വരെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കണം കേട്ടോ. ഏകദേശം ഒന്ന് കളർ ഈ ഒരു പരുവമൊക്കെ ആയി വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്ക് അവനെ ഒന്ന് ഇതുപോലെ അങ്ങ് മാറ്റി വെക്കുക. സൈഡിലേക്ക് അങ്ങ് ചേർത്ത്. അപ്പോൾ എണ്ണയൊക്കെ ഉണ്ടല്ലോ, ആ എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതിലേക്ക് മല്ലിപ്പൊടി, അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാല, അതിനുശേഷം ഗരം മസാല, ഉപ്പ്, ഇത്ര സാധനം ഇട്ട ശേഷം അവനും ആ എണ്ണയിലിട്ട് തന്നെ അങ്ങ് മൂപ്പിക്കുക. അപ്പോൾ തീ കുറച്ച് വെക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് തന്നെ നല്ലോണം മൂപ്പിക്കുക. ആ പച്ചപ്പ് മാറുന്ന രീതി വരെ നല്ലോണം അങ്ങ് മൂപ്പിക്കുക. അപ്പോൾ ഏകദേശം ഒരു സ്മെല്ല് വരും, നല്ലൊരു സ്മെല്ല് വരുന്നവരെ മൂപ്പിച്ച ശേഷം ഇനി തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന തക്കാളി എടുത്തൊരു മറിക്കുക. തക്കാളി കഴിവതും പഴുത്ത തക്കാളിയാണ് നല്ലത്, നല്ല പുളി ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് പഴുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തക്കാളി എടുത്തിടുക. എന്നിട്ട് അവനെയും ഇതുപോലെ നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് തക്കാളി പേസ്റ്റ്, നല്ല പഴുത്ത ആപ്പിൾ തക്കാളി എടുക്കുക. എന്നിട്ട് അവനങ്ങ് നല്ലോണം അങ്ങ് പേസ്റ്റാക്കിയ ശേഷം ഇതും എടുത്തൊരു മറിക്കുക. അതും ഇട്ട് ഇങ്ങനെ അങ്ങ് നല്ലോണം അങ്ങ് മൂപ്പിക്കുക. ഇനി ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. ടൊമാറ്റോ പ്യൂരി ആകുമ്പോഴേക്കും കൂടെ നല്ലതാണ്. വീട്ടിലാകുമ്പോൾ തക്കാളി ആയതുകൊണ്ടാണ് തക്കാളി ഇട്ട് തന്നെ കാണിക്കുന്നത്. തക്കാളി ഇട്ട് ഈ ഒരു പരുവത്തിലാക്കിയ ശേഷം നമ്മൾ മസാലയൊക്കെ ഇട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്കൊരു മറിക്കുക. ചിക്കൻ എടുത്തൊരു മറിച്ച ശേഷം ആ മസാലയും ചിക്കനും കൂടെ എല്ലാം കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യണ്ടേ, ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. ആ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ എടുത്ത് വാരി വിതറുക. അതിനുശേഷം കുറച്ച് മിൻറ്റും എടുത്ത് ഇതിന് മുകളിലേക്ക് അങ്ങ് വാരി വിതറുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിൻറ്റും എടുത്ത് വാരി വിതറുക. കണ്ടോ? ഇത് രണ്ടും വാരി വിതറിയ ശേഷം ഇനി അടുത്തതാണ് ഇവനത് ഈ അടപ്പ് വെച്ച് മൂടി വെക്കുക. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 5-8 മിനിറ്റ് മൂടി വെച്ച ശേഷം അവൻ ഏകദേശം ഒരു ഹാഫ് കുക്കൊക്കെ ആയി വരുന്ന പരുവാകുമ്പോഴേക്ക് ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നുണ്ട് ചങ്ങാതി, ഒരു രക്ഷയില്ല കേട്ടോ. സമം വേറെ ലെവലാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 2 കിലോ റൈസ് എന്ന് പറയുമ്പോൾ 1 കിലോയ്ക്ക് 1.25 ലിറ്റർ അടുത്ത് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം എടുത്ത ശേഷം ഇതുപോലെ 2 കിലോയ്ക്കുള്ള
ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. വെള്ളം എടുത്ത ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇല്ല, ആ റൈസ് എടുത്ത് സ്ലോ മോഷനിൽ ഇതിലേക്ക് ഒരു മറിക്കുക. അവനെ മറിച്ച ശേഷം ഇനി അടുത്ത കലാപരിപാടിയാണ് സ്ലോ മോഷനിൽ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് ലെമൺ ഇതുപോലെ 2 തിരുമി അതിലേക്ക് 2 എണ്ണം എടുത്തിടുക. അത് ഇട്ട ശേഷം ഇവനെയും സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ തന്നെ മിക്സ് ചെയ്യണം, അല്ല ചിക്കൻ പൊടിഞ്ഞു പോകും, റൈസ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് സ്ലോ മോഷനിൽ ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്ന് വെള്ളം വറ്റി ഈ ഒരു പരുവത്തിലൊക്കെ ആയി വരും. ആ ഒരു പരുവത്തിലായി ഏകദേശം വെള്ളം വറ്റി ഈ കാണുന്ന ഒരു പരുവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം അടി പിടിക്കരുത്. അതുകൊണ്ട് തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കൊറിയാണ്ടറും മിൻറ്റും കൂടെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വാരി വിതറിയ ശേഷം അതിന് മുകളിലേക്ക് ലേശം ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗീയും കൂടെ ഒഴിച്ച് വെച്ച ശേഷം ഇനി നമുക്ക് അടച്ച് വെച്ച് ദം ചെയ്യുന്ന കലാപരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കപ്സ ഏകദേശം റെഡി ആകാറായിട്ടുണ്ട്. ഇനി തുറക്കുക. ഒരു 10 മിനിറ്റ് സംഭവം സെറ്റ്. തുറന്ന് കഴിയുമ്പോൾ കപ്സ റെഡി, സംഭവം പൊളി, ഒരു രക്ഷയില്ല. എൻ്റെ ചങ്ങാതി എന്നെ സ്മെല്ലാ വരുന്നറിയാം. സംഭവം ഇത്ര ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് ഓടേണ്ട കാര്യമുണ്ട് ചങ്ങാതി. അപ്പോൾ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വാരി വെതറ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് ആ കപ്സ എടുത്തിടുക. എന്നിട്ട് നല്ല ചിക്കൻ്റെ ഒരു വലിയ പീസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് സെറ്റ് ചെയ്യുക. കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി. ഇനി ഇതിനൊരു സോസ് ഉണ്ട്, സൽസ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോൾസ. അതിൻ്റെ അകത്ത് ടൊമാറ്റോ, അതുപോലെ തന്നെ പച്ചമുളക്, കൊറിയാണ്ടർ ഇതൊക്കെ ഇട്ട് പേസ്റ്റാക്കി എടുത്തിരിക്കുന്ന ഒരു സൽസ. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി, നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. എന്നിട്ട് ലേശം മയോണൈസും കൂടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് എൻ്റെ ചങ്ങാതി ഇത് കൂട്ടി ഒരു പിടുത്തം പിടിച്ച സംഭവം സ്വർഗ്ഗം കാണും, സ്വർഗ്ഗം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കപ്സയാണോ, ബിരിയാണിയാണോ, അതോ പുലാവ് ആണോ, ഫ്രൈഡ് റൈസ് ആണോ, ഏതാണെന്നുള്ളത് നിങ്ങൾ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി തകർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഹോം മെയ്ഡ് അച്ചാർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും, കഴിച്ചവരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ. സംഭവം പൊളിയാണ്. ഒന്നും നോക്കണ്ട, ഫോൺ നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്. ഒന്നും നോക്കണ്ട, ഫോൺ നമ്പറിൽ കിടക്കുന്ന പേജിലേക്ക് ഓർഡർ ചെയ്യുക. വാട്സപ്പിൽ ഓർഡർ ചെയ്ത് തകർത്ത് പൊളിച്ചെടുക്കുക. എന്നിട്ട് കപ്സയൊക്കെ കൂട്ടിയും കഴിക്കാൻ എൻ്റെ ചങ്ങാതിമാരെ. സംഭവം പൊളിയല്ലേ രാജ.